ഹായ് കൂട്ടുകാരെ, അസ്സാം വലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമൂസ് തക്കൻ. കുറേ ദിവസമായി മക്കൾ പത്തിരിയുടെ കാര്യം പറയുന്നു കേട്ടോ. അപ്പോൾ ആദിലിനാണ് ഒരുപാട് ആഗ്രഹം. അങ്ങനെ എന്നാൽ പത്തിരി ഒന്ന് ഉണ്ടാക്കാമെന്ന് കരുതി. അരിപ്പൊടിയാണെങ്കിൽ ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ കടയിൽ നിന്ന് പാക്കറ്റ് മാവ് മേടിച്ചിട്ടാണ് കേട്ടോ പത്തിരി ഉണ്ടാക്കുന്നത് തന്നെ. വോയിസ് കൊടുക്കുന്ന നേരം ഒന്നും മിണ്ടാതിരിക്കുക അയാൻകുട്ടി എന്ന് പറഞ്ഞ് നല്ല വാക്കൊക്കെ പറഞ്ഞ് ഒരു ഭാഗത്ത് ചെന്ന് കൊണ്ടിരുത്തിയാലും ആ സമയമാകുമ്പോൾ മനഃപൂർവ്വം അടുത്ത് വന്ന് ഇങ്ങനെ ഓരോ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതാണ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളാ കേൾക്കുന്ന ശബ്ദം. അപ്പോൾ ഞാൻ പത്തിരിൻ്റെ മാവൊക്കെ കുഴച്ച് കഴിഞ്ഞ് ഓരോ ബോൾസൊക്കെ പിടിച്ച് വെക്കുകയാണ്. ഈ സമയം മുട്ടക്കറി ഉണ്ടാക്കാൻ വേണ്ടി മോള് സബോളയൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് തരുന്നുണ്ട്. അപ്പോൾ രാവിലെ എല്ലാവരും കൂടെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇക്ക വന്നിട്ടാണ് സബോള, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം മുറിച്ച് തരും, അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഗ്യാസിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ വേഗം മുട്ടക്കറി വെക്കണമുണ്ട്. ഞാനിപ്പുറത്ത് പത്തിരിക്കുള്ളത് പരത്തിയെടുക്കുന്നുമുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് അവരെങ്ങനെ സബോളയൊക്കെ ഒന്ന് ഇളക്കി വിടാൻ വേണ്ടി അവരെ ഞാൻ വിളിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ വാപ്പയും മക്കളും ഉമ്മയും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുത്തത്. നല്ല അടിപൊളി മുട്ടക്കറിയും പിന്നെ പത്തിരിയും. പത്തിരി കുഴലിലൊന്നും അല്ല പരത്തിയെടുക്കുന്നത്, പ്രസ്സിൽ തന്നെയാണ് കേട്ടോ പരത്തി ചുട്ടെടുക്കുന്നത്. ഇപ്പോൾ കുഴലിൽ പരത്താനുള്ള സമയമൊന്നും ഇവിടെ ഇല്ല. കുറച്ച് സമയം വൈകുന്നത് കൊണ്ട് തന്നെ പത്തിരിക്കൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. ഒരു റിസ്ക് പിടിച്ച പണി പോലെയാണ് എനിക്ക് തോന്നുക. അധികവും ഞാൻ പത്തിരിയൊന്നും ഉണ്ടാക്കാറില്ല. മാത്രമല്ല പത്തിരിനോട് ഇവിടെ മറ്റാർക്കും വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. പിന്നെ കുറച്ച് ദിവസം മുൻപ് ആദിലിങ്ങനെ ചിക്കനൊക്കെ എടുത്തിരുന്നപ്പോൾ പത്തിരി കിട്ടിയായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇന്ന് പത്തിരി ആക്കിയത്. ഇന്നലെ ഫിഷ് ബിരിയാണി വെക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. ഒരുപാട് പേര് അതിന് ലൈക്കും കമൻറ്റും ഒക്കെ തന്നിരുന്നു. നല്ലപോലെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് എഴുതുകയും വേണം. അങ്ങനെ ഇവിടെ മുട്ടക്കറിയൊക്കെ റെഡിയായി. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട കൊണ്ടാണ് കറി വെച്ചെടുക്കാൻ പോകുന്നത്. തേങ്ങയൊന്നും ഒഴിക്കുന്നില്ല, വെറുതെ മുട്ടയൊക്കെ ഒന്ന് ഉടച്ചൊഴിച്ചിട്ടുള്ളൊരു കറിയാണ്. തേങ്ങ ഒഴിക്കാതെ വെക്കുമ്പോൾ തന്നെ ഞാൻ കുറച്ച് മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. തേങ്ങ ഒഴിക്കുകയാണെങ്കിൽ ഞാൻ മല്ലിപ്പൊടി ഇടില്ല. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി മാത്രം. തേങ്ങ ഒഴിക്കുന്നില്ലെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കും. എന്നിട്ട് മുട്ടയൊക്കെ ഉടച്ചൊഴിച്ചിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ഇളക്കി അങ്ങോട്ട് എടുക്കും കേട്ടോ. അപ്പോൾ പത്തിരി ചുടുന്നതിന് മുമ്പ് തന്നെ മുട്ടക്കറി ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്ന് കുട്ടികൾ സ്കൂളിലേക്കൊന്നും പോയിട്ടില്ല. മോൾക്ക് നല്ല കാല് വേദനയായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ആയുർവേദിക് ഡോക്ടറിലാണ് കാണിച്ചത് കേട്ടോ. ഡോക്ടറിൻ്റെ അടുത്താണ് കാണിച്ചത്. അപ്പോൾ കാൽസ്യക്കുറവാണെന്നാണ് പറഞ്ഞ്, നല്ലപോലെ ബ്ലഡും കുറവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈത്തപ്പഴമൊക്കെ നല്ലപോലെ കഴിക്കാൻ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. പിന്നെ ആദിലും ഇന്ന് സ്കൂളിലൊന്നും പോയിട്ടില്ല. അപ്പോൾ 2 പേരും വീട്ടിൽ തന്നെ ഉണ്ട്. പിന്നെ ഇവിടെ നിന്ന് നല്ല മഴയുമാണ് കേട്ടോ. നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയുള്ളൊരു ദിവസം കൂടിയാണ്. അങ്ങനെ ഞാൻ ദോശക്കല്ലിൽ തന്നെയാണ് കേട്ടോ പത്തിരിയൊക്കെ ചുട്ടെടുക്കുന്നത്. പ്രസ്സിൽ പരത്തിയത് കൊണ്ട് തന്നെ 3 പത്തിരി 4 പത്തിരിയൊക്കെ വെച്ചിട്ട് നമുക്കിതിൽ ചുട്ടെടുക്കാൻ കഴിയും. നമ്മളിപ്പോൾ കുഴലിലൊക്കെ ഇട്ട് പരത്തുകയാണെങ്കിൽ 1 പത്തിരിയൊക്കെ വെച്ചിട്ടേ ചുടാൻ പറ്റുള്ളൂ. അപ്പോൾ ദോശക്കല്ലിൽ പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പം തന്നെ കല്ല് നല്ലപോലെ കഴുകി ഞാൻ കുറച്ച് എണ്ണയൊക്കെ പുരട്ടി വെക്കാറുണ്ട് കേട്ടോ. അതല്ലെങ്കിൽ നമുക്ക് പിന്നെ ദോശ ചുടുമ്പോൾ ഒട്ടിപ്പിടിക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു കല്ലിൽ തന്നെ എല്ലാം ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി. ചപ്പാത്തിയും പത്തിരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നല്ലപോലെ അങ്ങോട്ട് കഴുകി കുറച്ച് നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് വെച്ചാൽ പിറ്റേന്ന് നമുക്ക് ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും ഒട്ടിപ്പിടിക്കാതെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ചെറിയ പത്തിരി ആകുമ്പോൾ 4 എണ്ണം, വലുതാകുമ്പോൾ 3 എണ്ണം അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇവിടെ ചുട്ടെടുക്കുന്നത് തന്നെ. അപ്പോൾ പ്രസ്സിൽ പരത്തിയത് നേരെ കല്ലിലിട്ട് കൊടുക്കുകയാണ്. പിന്നെ പൊടി തട്ടാനൊന്നുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ ഇന്നത്തെ ദിവസം ഈ പണി മാത്രമേ നമുക്കൊരു ഭാരമായിട്ട് തോന്നിയിട്ടുള്ളൂ കേട്ടോ. പിന്നെ കറി വെക്കാൻ മീനൊക്കെ നേരത്തെ തന്നെ കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നു. അപ്പോൾ മീൻ ബിരിയാണി വെക്കണമെന്ന് തന്നെ ഒരു വലിയ ചൂര മീനായിരുന്നു മേടിച്ചത്. അതിന് ഞാനൊരു 3-4 പൊതിയാക്കി പീസ് കുറേ ആക്കിയപ്പോൾ ഒരു 3-4 പൊതിയാക്കിയിട്ട് തന്നെയാണ് ഫ്രിഡ്ജിൽ വെച്ചത്. അപ്പോൾ അതിലൊരു ചെറിയൊരു പൊതിയെടുത്ത് ഞാൻ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അരയ്ക്കുന്ന പണി മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നും ചൂരമീൻ കറി തന്നെയാണ് വെക്കുന്നത്. കൂടെ തന്നെ കുറച്ച് പയറൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അത് മുറിച്ചിട്ട് ഒരു ഉപ്പേരിയും കൂടി ആക്കാമെന്ന് കരുതി. അപ്പോൾ പത്തിരിയൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പൊന്തി വന്നിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കറി കുറച്ച് വെള്ളം പോലെയാണ് കേട്ടോ ഞാൻ ആക്കിയിരിക്കുന്നത്. കാരണം പത്തിരിക്കൊക്കെ നല്ലോണം കറിയൊക്കെ ഒഴിച്ച് കഴിക്കണമല്ലോ. എരിവൊക്കെ കുറച്ച് വെള്ളം പോലെ കറിയൊക്കെ ആക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ മക്കൾക്കൊക്കെ കഴിക്കാൻ കൊടുത്തു, ഞാനും കഴിക്കുകയൊക്കെ ചെയ്തു. പിന്നെ അടിക്കൽ, തുടയ്ക്കൽ, തിരുമ്പൽ, ക്ലീനിങ് അതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബാക്കിയുള്ള പണിക്കൊക്കെ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ചോറിന് വെള്ളമൊക്കെ വെച്ച് അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നെ ആ സമയം കൊണ്ട് കുറച്ച് പയറൊക്കെ വേഗം മുറിച്ചെടുക്കുകയാണ്.
അപ്പോൾ അത് മീൻ കറി ഇപ്പുറത്തെ അടുപ്പിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ചൂരമീൻ ചെറുതാക്കി മുറിച്ച് തന്നിരുന്നു വെക്കുക. അപ്പോൾ അതിൽ കുറച്ചെടുത്തിട്ട് മീൻ കറിയൊക്കെ ആക്കുകയാണ്. തേങ്ങൻ്റെ കൂടെ തന്നെ മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ചെറിയുള്ളിയും കുറച്ച് പെരിഞ്ചീരകം കൂടിയിട്ട് നല്ലപോലെ അങ്ങോട്ട് അരച്ചെടുത്ത് കറി വയ്ക്കുന്ന ചട്ടിയിലേക്ക് അത് ഒഴിച്ചു കൊടുത്തിട്ട് പാകത്തിന് പുളിവെള്ളവും ഉപ്പും ഒക്കെ ഇട്ട് മീനും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടി ഇട്ട് കൈ കൊണ്ട് പാകത്തിനൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് ചെറിയ തീയിലങ്ങോട്ട് അടുപ്പിൽ വെച്ച് കൊടുക്കുക തന്നെയാണ് കേട്ടോ. അപ്പോൾ 2-3 തരം മീൻ കറി വെക്കുന്നവരൊക്കെ ഉണ്ട്, താളിച്ചിട്ടും വെക്കും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് കറിയൊക്കെ ഒന്ന് കുറുകി വന്നതിന് ശേഷം ചെറിയുള്ളി വട്ടത്തിൽ മുറിച്ചിട്ട് ഒന്ന് വറുത്തിടുകയാണ്. പിന്നെ അതുപോലെ ചോറും വേവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മോനിപ്പോൾ നിലവിളിച്ചത് ഗ്യാസ് വണ്ടി വന്നു എന്ന് പറഞ്ഞതാണ് കേട്ടോ. അവനിങ്ങനെ പുറത്ത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. ജനലൊക്കെ അടച്ചു വെച്ചിരിക്കുകയാണ്. ജനലിൽ മേലെ കയറിയിട്ടിട്ടാ. അന്നേരം ഗ്യാസ് വണ്ടിയൊക്കെ വന്നു. പിന്നെ നമ്മൾ പോയി ബുക്കൊക്കെ കൊടുത്ത് ഗ്യാസ് കുറ്റിയൊക്കെ ഇറക്കിയിട്ടാ. എന്തായാലും മോൻ പറഞ്ഞത് കൊണ്ടാണ് ഞാനും അത് ശ്രദ്ധിച്ചത്. അങ്ങനെ ഇതാ പയറുപ്പേരൊക്കെ ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞതായിട്ട് മുറിച്ചെടുത്തതാണ്. തേങ്ങയൊക്കെ ഇട്ടിട്ട് വെക്കുന്നതാണ് ഇഷ്ടം. തേങ്ങയില്ലാത്തത് കൊണ്ട് തന്നെ സാധാരണ പോലെ വെച്ചെടുത്തു. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണെന്ന് പറഞ്ഞാൽ ചൂരമീൻ കറിയും പയറുപ്പേരിയാണ്. അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങളത് ഭക്ഷണമൊക്കെ കഴിക്കണം. അപ്പോൾ മക്കളൊക്കെ വിശന്നിട്ട് അവരൊക്കെ നേരത്തെ കഴിച്ചു കേട്ടോ. പിന്നെ ഞാനാണ് ഇപ്പോൾ ലാസ്റ്റ് കഴിക്കാനിരിക്കുന്നത്. പിന്നെ ഇന്ന് വൈകുന്നേരത്തെ ചായക്കെന്ന് പറഞ്ഞാൽ പൊരിയാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം മരുതൂരിന്ന് പോയിട്ട് വന്നപ്പോൾ അവിടെ പൊരി കച്ചവടമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പൊരിയൊക്കെ മേടിച്ചു കൊണ്ടുവന്നു. അപ്പോൾ ഞങ്ങൾ പൊരി കഴിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതിൽ കുറച്ച് മിച്ചറൊക്കെ ഇട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. കൂടെ തന്നെ അടിപൊളി ഒരു ബെല്ലച്ചായയും കൂടെ വെച്ചിട്ടുണ്ട്. ഈ സമയം ഇവിടെ പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നല്ല ബെല്ലച്ചായയും പൊരിയും ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുട്ടികൾ എങ്ങനെയാണ് കഴിക്കുന്നത് വെച്ചാൽ പൊരിയുടെ കൂടെ കുറച്ച് മിച്ചറും ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് സബോള, തക്കാളി, മല്ലിയില ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കഴിക്കണം. അപ്പോൾ ഇങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ പൊരി ഇങ്ങനെ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് കഴിച്ച് നോക്കിക്കോട്ടോ. പിന്നെ അതിലൊരു വെറൈറ്റിയും കൂടെ ഇട്ടിട്ടുണ്ട്. കടയിൽ നിന്ന് ഒരു പാക്കറ്റ് കുറുകുറില്ലേ, അതും കൂടെ മേടിച്ചിട്ട് അവൻ അതും കൂടെ അതിൽ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഒരു സ്പൂൺ കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ പൊരിയൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് തീർന്ന് കിട്ടി. അപ്പോൾ പൊരി കഴിക്കാൻ മടിയുള്ളവർ ഇതുപോലെ കുറച്ച് മിച്ചറും സബോളയും ഒക്കെ ഇട്ട് കഴിച്ച് നോക്കിക്കോളൂ. സൂപ്പറായിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ.